പോലീസിൽ വിവരം അറിയിച്ച ശേഷമാണ് തെരച്ചിലിന് തയ്യാറായതെന്ന് മരിച്ച ബിന്ദുവിന്റെ ബന്ധുക്കൾ. തെരച്ചിൽ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസിയിലേക്ക് എത്താം. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടുന്ന് ഇതുപോലെ മോള് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നപോലെ അമ്മയെ കാണുന്നില്ല, അമ്മ ബാത്റൂമിലേക്ക് പോയി എന്ന് പറഞ്ഞു. അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ ഇവിടെ ഉണ്ട്, എൻ്റെ കൊച്ചച്ഛൻ. പുള്ളിക്കാരനോട് ഞാൻ തിരക്കാനൊക്കെ പറഞ്ഞു. പുള്ളി മാക്സിമം എല്ലായിടവും പോയി തിരക്കി, കാഷ്വാലിറ്റിയിലൊക്കെ ഉള്ളിടത്തൊക്കെ പോയി തിരക്കിയതിൽ ഇത് ആളല്ല. അപ്പം ഞാൻ ന്യൂസ് നോക്കുമ്പോഴാണ് പറയുന്നത് 2 പേരെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് പരിക്കൊന്നുമില്ല, കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഈ ഒരാളെ കാണാഞ്ഞിട്ട് ഞാൻ ഇവിടെ തിരക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഞാൻ കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഞാൻ ഇതുപോലെ ആളെ കാണാനില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ 1 മണിക്കൂറിന് ശേഷമാണ് ആളെ കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് കോൾ വരുന്നത്. ജോസി ബാബു ചേരുന്നു. ജോസി, സംഭവത്തിൽ ഏറ്റവും ഗുരുതരമായ ഗൗരവമുള്ള വിഷയം അതാണ്. അതായത് ഇവർ പറയുന്നത് പോലെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൊണ്ട് മാത്രം ആ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ തെരച്ചിൽ നടത്താൻ സാധിച്ചില്ല എന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പരാതിയുമായി നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കൂടി കടക്കുകയാണോ ബന്ധുക്കൾ? തീർച്ചയായും ധന്യ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. കാരണം അവർ പറയുന്നത് ഈ അപകടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിൻ്റെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടത്തുക എന്നുള്ളതാണ്. ആ രക്ഷാപ്രവർത്തന സമയം ഏറെ വൈകി, അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള കാര്യം ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അവരുടെ മകൾ ഈ ബന്ധുക്കളെ വിളിച്ച് പറയുന്നു. അതിനുശേഷം ബന്ധുക്കൾ ഭർത്താവുമായി സംസാരിക്കുകയും ആശുപത്രിയിലുള്ള ബിന്ദുവിൻ്റെ ഭർത്താവ് കാഷ്വാലിറ്റിയിലും മറ്റിടങ്ങളിൽ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴൊന്നും അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ പോലും പോലീസിൽ അറിയിച്ചപ്പോൾ പോലും ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പരിശോധന നടത്താനുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള വിമർശനവും പരാതിയുമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ആ ഘട്ടത്തിൽ തന്നെ ആദ്യ അപകട സമയത്ത് തന്നെ ഈ പൂർണ്ണമായും കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കി പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിനെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുവാനും അടിയന്തര ചികിത്സ നൽകുവാനും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും ഒക്കെ കഴിയുമായിരുന്നു. പക്ഷേ ഏറെ സമയം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കിടന്നതാണ് ബിന്ദു മരിക്കാനിടയായത് എന്നുള്ള കാര്യവും ഈ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും അപകടം നടന്ന് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം 12:30-ക്ക് ശേഷമാണ് ഈ JCBയും ഹിറ്റാച്ചിയും മറ്റും എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൻ്റെ ഒരു രൂപകൽപ്പന തന്നെ 3-4 വശങ്ങളും ചുറ്റിയടച്ച ആ ഭാഗത്താണ് ഈ ഒരു അപകടമുണ്ടായത്. ആ ഭാഗത്തേക്ക് JCBയോ ആംബുലൻസോ മറ്റു വാഹനങ്ങളോ ഒന്നും കയറി വരില്ല. ഒരു ഭാഗത്തെ കെട്ടിടത്തിൻ്റെ വഴി നടപ്പാത പൊളിച്ചാണ് JCBയും ഹിറ്റാച്ചിയും ഒക്കെ എത്തിച്ച് പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കിട്ടിയത്. ബിന്ദുവിനെ കാണാനില്ലെന്ന് കാണിച്ചുകൊണ്ട് തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവ് നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ പരാതിയെ ആ ഘട്ടത്തിലൊന്നും ഗൗരവ തരത്തിൽ പോലീസും തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരായിട്ടുള്ള അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ കണക്കിലെടുത്തിരുന്നില്ല. അതങ്ങനെ കണക്കിലെടുക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു വിവരം കൂടി നമുക്ക് പങ്കുവെക്കാനുണ്ട്. ബിന്ദുവിൻ്റെ മകൾ ചികിത്സയിലായിരുന്ന അനാമികയെ താൽക്കാലികമായി ഡിസ്ചാർജ് അനുവദിച്ചിട്ടുണ്ട്. അനാമികയ്ക്ക് അമ്മയുടെ മറ്റ് സംസ്കാര ചടങ്ങുകൾക്കൊക്കെ പങ്കെടുക്കുന്നതിനായി അനാമികയെ ഇപ്പോൾ അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്നും അനാമികയെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർ ആംബുലൻസിൽ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ ഇനി അമ്മയുടെ പെട്ടെന്നുള്ള അപകട മരണം, ആശുപത്രിയിൽ മകൾ ചികിത്സയിൽ കഴിയുമ്പോൾ അമ്മ മരണപ്പെട്ടു. ആ മരണത്തിൻ്റെ അഗാധമായ ദുഃഖവും അതോടൊപ്പം ആഘാതത്തിലാണ് അവർ. അതിനൊപ്പം നാളെ അവരുടെ സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മകളെ അവിടേക്ക് കൊണ്ടുപോയത്. മകൾ പൂർണ്ണമായും ബെഡ് റെസ്റ്റിലാണ്. അവർക്ക് അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹമുണ്ട്. അത് ബന്ധുക്കളുടെയൊക്കെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ ഡിസ്ചാർജ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം ഇന്ന് രാവിലെ 10:45 കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. 14, 11 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, ശുചിമുറിയുടെ ഭാഗം താഴേക്ക് പതിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 2 പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. വയനാട് സ്വദേശിയായ അലീന 11 വയസ്സ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ തന്നെ ജീവനക്കാരനായ ഒരു പ്രദീപ്, അവർക്ക് 2 പേർക്കുമാണ് പരിക്ക് പറ്റിയെന്നാണ് വിവരങ്ങൾ. അത് ആദ്യഘട്ടത്തിൽ മന്ത്രിമാർ 2 പേരും എത്തി. കൂടുതൽ പേർക്ക് പരിക്കില്ല. ഈ കെട്ടിടത്തിൽ
പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. കെട്ടിടം പൂർണ്ണമായും യെസ്, അടച്ചിട്ടിരിക്കുകയായിരുന്നു അതാണ് എന്നുള്ള ജോസി. ആദ്യം മന്ത്രി പറഞ്ഞ ആ പ്രതികരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അപകടമുണ്ടായത് ആളില്ലാത്ത കെട്ടിടമാണെന്നായിരുന്നു മന്ത്രിമാരായ വീണ ജോർജിന്റെയും VN വാസുവിന്റെയും ആദ്യത്തെ പ്രതികരണം. ആ പ്രതികരണമാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായതെന്നാണ് ആരോപണമുയരുന്നത്. മന്ത്രിമാരുടെ ആദ്യ പ്രതികരണം കേൾക്കാം. നമ്മൾ അടച്ചിട്ടിരുന്ന താഴത്തെ ടോയ്ലറ്റിന്റെ ഭാഗമാണ് ഇത്. ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മാറാൻ പോയില്ലേ, മറ്റേ തീർന്നു കഴിഞ്ഞിട്ട് ഉദ്ഘാടനം അടുത്ത മാസം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ ബിൽഡിലേക്ക് മാറുമ്പോൾ ഈ പ്രശ്നം ഇത് തന്നെയല്ലേ കുറെ കാലമായിട്ട് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്നൊരു സാധനം. ആ മുറിക്കകത്ത് കയറുക അവര്. ഈ പരിക്കേറ്റവരുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കൊണ്ട് ഇപ്പൊ കാര്യമായ പരിക്കൊന്നുമില്ല, ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. ഒരു ഗുരുതരമായ പരിക്കാർക്കും ഇല്ല.